lives in the days to come. ഓ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ദൈവത്തിന്റെ മഹത്വം കാണും. Somebody shout an amen. ആമേൻ. If you understand this, get ready for big things. വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവുകയാണ്. Be ready for big things. വലിയ കാര്യങ്ങൾക്കായി ഒരുങ്ങുക. I have a word for some of you today. നിങ്ങൾക്കൊരു വചനം എനിക്കുണ്ട്. Many of you are looking back. നിങ്ങൾ പലരും പുറകോട്ട് നോക്കുക. And you are thinking, what if that comes back again? വീണ്ടും അത് സംഭവിച്ചാൽ എന്തുണ്ടാകും? What if I fail again? വീണ്ടും ഞാൻ പരാജയപ്പെട്ടാൽ എന്താകും? What if something goes wrong again? വീണ്ടും തെറ്റുപറ്റിയാൽ I have എന്തുണ്ടാകും? some exciting news for you. എനിക്കൊരു ഉത്സാഹപരമായ Listen to me carefully. ശ്രദ്ധിക്കണം. Listen very carefully. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. Because God has healed you, God has delivered you, it will not come back into your house at all. ഹല്ലേലൂയ. കാരണം കർത്താവാണ് നിങ്ങളെ സൗഖ്യമാക്കുന്നത്, കർത്താവാണ് നിങ്ങളെ വിടുവിച്ചത്. ഇനി അത് നിന്റെ പുറകെ ഒരു നാളും വരികയില്ല. If a pastor has healed you, you should be concerned about it. പാസ്റ്റർ സൗഖ്യം തന്നെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. If a church has healed you, you should be concerned about it. സഭയാണ് സൗഖ്യം തന്നെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. If you have brought your own deliverance, you have something to worry about. നിങ്ങൾ തന്നെ നിങ്ങളെ വിടുവിച്ചെങ്കിൽ നിങ്ങൾക്ക് വിചാരപ്പെടാനുണ്ട്. But listen to this carefully this morning. ശ്രദ്ധിക്കണം. Listen very carefully. വളരെ ശ്രദ്ധയോടെ Because Jesus has healed you, Jesus has delivered you, it will not come back into your home. ആമേൻ. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയതുകൊണ്ട്, യേശു നിങ്ങളെ വിടുവിച്ചതുകൊണ്ട് ഇനിയും ആ ദുഷ്ടശക്തി നിങ്ങളുടെ പുറകെ വരികയില്ല. No Satan can touch your home again. നിങ്ങളെ ഇനി ഒരു പിശാചിനും തൊടാൻ സാധ്യമല്ല. No poverty can come to your home again. വീണ്ടും ദാരിദ്ര്യം നിങ്ങളെ പിൻപറ്റാൻ സാധ്യമല്ല. Hallelujah. ആമേൻ. Are you happy, people of God? നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? If you're really happy, lift up your hands. യഥാർത്ഥത്തിൽ സന്തോഷമുണ്ടെങ്കിൽ കരം Because ഉയർത്തുക. God has delivered you. കാരണം കർത്താവ് നിങ്ങളെ വിടുവിച്ചു. And God has delivered you. Nothing can pull you back. ഓ നിങ്ങൾ ഇനി ഒന്നും പുറകോട്ട് പിടിക്കാത്തവണ്ണം ദൈവം വിടുവിച്ചു. No, nothing can hold you back. ഒന്നും നിങ്ങളെ പുറകോട്ട് പിടിക്കത്തില്ല. Hallelujah. ആമേൻ. When the people of Israel, children of Israel were passing the Red Sea, ഓ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കൂടി പോയപ്പോൾ what happened? They had to pass the Red Sea. അവർക്ക് ചെങ്കടൽ കടക്കണം. Hallelujah. ആമേൻ. They passed the Red Sea. റെഡ് സീ അവർ കടന്നു. But the Red Sea was in their heart for a long time. എന്നാൽ അവരുടെ ഹൃദയത്തിനുള്ളിൽ ചെങ്കടൽ കിടക്കുകയാണ്. They came out of Egypt. ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നു. But Egypt was in their heart. ഇപ്പോൾ ഈജിപ്ത് അവരുടെ ഹൃദയത്തിലാണ്. Hallelujah, people of God. ദൈവജനമേ, Let me ask you, did Egypt ever come back into their life? ഓ അവരുടെ ജീവിതത്തിൽ ഈജിപ്ത് പിന്നെങ്കിലും മടങ്ങി വന്നോ? No, never. ഒരിക്കലും വന്നില്ല. But they failed because they carried Egypt with them. എന്നാൽ അവരുടെ ഹൃദയത്തിൽ ഈജിപ്തിനെ വഹിച്ചത് കൊണ്ട് അവർ പരാജയപ്പെട്ടു. If you want to live a successful, victorious Christian life, get Egypt out of your heart. നിങ്ങളുടെ ജീവിതത്തിൽ ജയകരമായ ക്രിസ്തീയ ജീവിതം ആവശ്യമുണ്ടെങ്കിൽ പഴയ ഈജിപ്ത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് Let പുറത്താക്കുക. Egypt go away from your life today. നിങ്ങളുടെ ജീവിതത്തിൽ ഈജിപ്ത് പഴയ കാലം പുറത്തു പോകട്ടെ. What is the mark of Egypt? എന്താണ് ഈജിപ്തിന്റെ അടയാളം? People, what is the mark of Egypt? ഈജിപ്തിന്റെ ലക്ഷണം എന്താ? People, what is the mark of Egypt? ദൈവജനമേ, ഈജിപ്തിന്റെ ലക്ഷണം എന്താ? What is the mark of Egypt? Listen to me carefully. What is the mark of Egypt? ഈജിപ്തിന്റെ അടയാളം എന്താ? It has a 4-letter word. 4 അക്ഷരമുള്ള ഒരു It's a വാക്കാ. bad word. ഒരു മോശമായ വാക്കാ. You should kick it out in Jesus' അതിനെ name. നമ്മൾ തള്ളിക്കളയണം. Fear. ഭയം, ഭയം. ഹല്ലേലൂയ. Will Pharaoh come after me? ഇനിയും ഫറോ തിരിച്ചു വരുമോ? Pharaoh will not come back. ഫറോ വരത്തില്ല. God said Pharaoh will not come. ദൈവം പറഞ്ഞു ഫറോ വരത്തില്ലെന്ന്. But don't open the door and go back to Egypt because വീണ്ടും you're കതക് തുറന്ന് scared. ഈജിപ്തിലേക്ക് മടങ്ങി പോകരുതെന്ന് മാത്രം. Get rid of fear. ഭയത്തെ അതിജീവിക്കുക. Many born again Christians are in the kingdom of God. അനേക വീണ്ടും ജനിക്കപ്പെട്ട ദൈവരാജ്യത്തിലാണ്. God is taking them to Canaan. ദൈവം അവരെ കനാനി കൊണ്ടുപോവുക. But they live in this bad world. Fear. Will this come back? Will this come back? It won't come back. എന്നാൽ അവർ പിന്നെയും ഭയത്തിൽ ജീവിക്കുക. വീണ്ടും വരുമോ, അത് വരുമോ എന്നുള്ള ഭയം. I am challenging some of the homes today in Jesus' name. ചില ഭവനങ്ങളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ വെല്ലുവിളിക്കുക. I am telling തൊടാമെങ്കിൽ തൊട്ടോ. Amen. I am putting a question. അത് നിന്റെ അവസാനത്തെ തൊടലായിരിക്കും. It will be your last touch. Because the house has been redeemed by none less than Jesus himself. Amen. കാരണം കുഞ്ഞാട് തന്നെ തന്റെ രക്തത്താൽ നിന്റെ വീടിനെ വിടുവിച്ചത്. If God has released you, ദൈവം നിന്നെ സ്വതന്ത്രമാക്കി. who can touch what God has blessed? ദൈവം അനുഗ്രഹിച്ചതിനെ തൊടാൻ ആർക്ക് സാധിക്കും? Somebody shout an amen. Amen. Hallelujah. How many redeemed people are here? എത്ര വീണ്ടെടുക്കപ്പെട്ടവരുണ്ട്? Lift up your hands and say thank you, Lord. കരമുയർത്തി നന്ദി പറഞ്ഞാട്ടെ. If you have been lifted up, Hallelujah. നിങ്ങൾ who ഉയർത്തപ്പെട്ടു. can touch you? ദൈവം ഉയർത്തിയാൽ ആർക്ക് നിങ്ങളെ തൊടാൻ The പറ്റും? Bible says those who touch you, they touch the apple of my eye. ദൈവവചനം പറയുന്നു നിങ്ങളെ തൊടുന്നവൻ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുകയാ. This morning I want fear to go away.
ഇന്ന് പകൽക്കാലം നമ്മുടെ Because the Lord who promised is good. നമുക്ക് വാഗ്ദത്തം ചെയ്ത ദൈവം നല്ല ദൈവമാണ്. He will never leave you nor forsake you. നമ്മളെ ഒരു നാളും കൈവിടുകയും ഉപേക്ഷിക്കുകയില്ല. People, I want you to receive it immediately as I speak. പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ As soon as I speak, receive the word of God. പെട്ടെന്ന് നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കണം. The way the word of God is ministered in the church, as soon as it is delivered, just take it by faith and say, thank you, Lord. ആമേൻ. തമ്പുരാൻ നിയോഗിച്ച് തരുന്ന വചനം അപ്പോൾ തന്നെ നിങ്ങൾ ഏറ്റെടുത്തു കൊള്ളണം. Hallelujah. ആമേൻ. God is so good. ദൈവം വളരെ And നല്ലവനാണ്. He loves you so much. നമ്മളെ ഒത്തിരി അവൻ സ്നേഹിക്കുന്നു. How many people have been delivered by the hand of the Lord? ദൈവത്തിന്റെ കരത്താൽ എത്ര പേർ വിടുവിക്കപ്പെട്ടു? You have been delivered from sin. പാപത്തിൽ നമ്മൾ വിടുവിക്കപ്പെട്ടു. You have been delivered from sickness. രോഗത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. You have been delivered from everything. എല്ലാ തിന്മയിൽ ദൈവം നമ്മളെ വിടുവിച്ചില്ലേ? God is faithful. ദൈവം വിശ്വസ്തൻ. God is faithful. ദൈവം വിശ്വസ്തൻ. God is faithful. ദൈവം ഏറ്റവും വിശ്വസ്തൻ. But there are some people who are realists. There are some people who are realists. You know, that means യാഥാർത്ഥ്യം. ഇതൊക്കെ ശരിയാ പാസ്റ്ററെ, എന്നാലും. Amen. They have an എന്നാലും mentality, some of them. How many people are here like that? Let's be honest. Come on. Hallelujah. How many realists are here? എത്ര പേരുണ്ട്? They say, I've come out of Egypt. അവര് പറഞ്ഞു ഞാൻ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു. Oh, I have been released. ഞാൻ സ്വതന്ത്രനായി. I am okay. എനിക്ക് കുഴപ്പമില്ല. But why is there Sihon, the king of the Amorites? ഇപ്പോൾ എന്താ സീഹോൻ രാജാവ് എന്തിനാ അവിടെ വന്നേക്കുന്നത്? Why does God allow Sihon? അവനെ എന്തിനാ ദൈവം അനുവദിച്ചത്? Why is God allowing Sihon? സീഹോനെ എന്തിനാ ദൈവം അനുവദിച്ചത്? Why do you have problems? എന്തുകൊണ്ടാണ് പ്രശ്നം? Are you understanding, people of God? ദൈവമേ മനസ്സിലാകുന്നുണ്ടോ? We have been released. നമ്മൾ We സ്വതന്ത്രരായി. have been redeemed. നമ്മളെ But വീണ്ടെടുക്കപ്പെട്ടു. why is there a problem? എങ്കിലും എന്താ ഒരു പ്രശ്നം? നീ ഉള്ളോണ്ടാ പ്രശ്നം. Hallelujah. Praise the Lord. There is no problem. ഒരു പ്രശ്നവുമില്ല. Everything that God allows in your life is with a purpose. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ പ്രശ്നത്തിനും ഒരു ഉദ്ദേശമുണ്ട്. 1 Corinthians 10:13. 1 കൊരിന്ത്യർ 10:13. No circumstance has come upon you, no temptation has come upon you, which is unnatural to man. But with every temptation, God also provides a way of escape. ആമേൻ. മനുഷ്യന് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. അവൻ പരീക്ഷയോടുകൂടി നിങ്ങൾക്ക് പോക്ക് വഴിയും ഉണ്ടാക്കും. That word is for those who are with the Lord. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർക്കുള്ള വചനമാണ്. That means when you enter into the desert, നിങ്ങൾ മരുഭൂമിയിൽ കയറുമ്പോൾ we are walking with Moses. മോശയോടുകൂടി നടക്കുമ്പോൾ In the new covenant, we are walking with Jesus. പുതിയ നിയമത്തിൽ നമ്മൾ യേശുവിന്റെ കൂടെ നടക്കും. God will allow some circumstances in our life. നമ്മുടെ ജീവിതത്തിൽ സാഹചര്യം ദൈവം അനുവദിക്കും. People, are you following this? മനസ്സിലാവുന്നുണ്ടോ? Every problem that you go through has been allowed by God. നിങ്ങൾ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവത്താൽ അനുവാദം കൊടുക്കപ്പെട്ടതാ. Every problem that you go through has been allowed by God. ദൈവം അനുവദിച്ച അല്ലാത്തൊരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. Every problem that you go through has been allowed by God. ദൈവം അനുവദിക്കാത്ത ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ Every ഇല്ല. problem that you go through has been allowed by God. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാത്ത ഒരു പ്രശ്നവും ഇല്ല. Hallelujah. ഹല്ലേലൂയ. Tell somebody next to me, in my problem I have God. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തൊരാളുടെ കരം പിടിച്ച് പറയണേ, എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് ദൈവമുണ്ട്. In my problem I have God. If I have a problem, I have God. Hallelujah. Amen. Let me say something in Malayalam. I'll translate it. ദൈവം ഒന്നുമല്ല പാസ്റ്ററെ, അങ്ങേരുടെ കയ്യിലിരിപ്പാ. God is a good God. God is a nice God. But the problem is not with God. The problem with so and so. പ്രശ്നം ഇന്നയാളുടെ പ്രശ്നമാണ്. Are you following this? I'm speaking about reality. യാഥാർത്ഥ്യം പറയുക. God allows that person in your life for a purpose. ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. That purpose, that person has been allowed in your life with a purpose. ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചത് ഒരു ഉദ്ദേശപൂർവ്വം. You have an irritating supervisor for a purpose. ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന സൂപ്പർവൈസറെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച ഒരു പർപ്പസിനാ. You have an irritating person kept there for a greater purpose in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുറിപ്പെടുത്താൻ ഒരു വ്യക്തിയെ ദൈവം ആക്കിയിരിക്കുന്ന ഒരു വലിയ ഉദ്ദേശത്തോടാണ്. Some people are saying, Pastor, തുടങ്ങിയ ജീവിതം തൊട്ടേ ഇങ്ങനെ. Amen. Amen. Some people say right from the beginning it is like that. I tell you a secret today. ഞാൻ രഹസ്യം പറയാം. Everything that happens in the life of a child of God is well arranged and planned by God. Amen. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും ദൈവത്താൽ ശരിയായ രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ടതാണ്. Somebody say, Amen. Hallelujah. We are going to fight from today. ഇന്ന് മുതൽ നമ്മൾ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. You know, the people in the world have a wrong idea of God. ലോകത്തിലുള്ള ജനത ദൈവത്തെ പറ്റി തെറ്റിദ്ധാരണയാണ്. If I follow God every day, I should be okay.
ഓരോ ദിവസവും ദൈവത്തിന്റെ പിന്നാലെ പോയാൽ നല്ലതായിരിക്കും. I must get the right boss, I must get the right job, I must get the right car, right house, right husband, right wife, right children, everything should be right. ഓ എനിക്ക് നല്ല വീട് വേണം, നല്ല സൂപ്പർവൈസർ വേണം, നല്ല കുഞ്ഞുങ്ങൾ എല്ലാം നല്ലതായിരിക്കണം. That is not God's education. അതല്ല ദൈവത്തിന്റെ പഠന God രീതി. said, I am right ദൈവം പറഞ്ഞു ഞാൻ നല്ലവനാ, and I'll try to make you right. നിന്നെ ഞാൻ നന്നാക്കാം. When you are right, നീ നന്നാകുമ്പോൾ your husband will be right, നിന്റെ ഭർത്താവ് your നന്നാകും, wife will be right, നിന്റെ ഭാര്യ your children will be right, കുഞ്ഞുങ്ങൾ your നന്നാവും, boss will be right, നിങ്ങളുടെ നേതാവ് your നന്നാവും, circumstance will be right, സാഹചര്യം നന്നാവും, everything will be right. എല്ലാം നന്നാവും. Somebody shout an amen. ആമേൻ, ഹല്ലേലൂയ. God said, I'm only interested in you. ദൈവം പറയുന്നു നിന്നിലേ ഉള്ളിക്ക് താല്പര്യമുള്ളൂ, I'm not interested in anything about you. നിന്നെ പറ്റിയുള്ളതിലല്ല, I'm interested only in you. നിന്നിലാണ് എനിക്ക് താല്പര്യം. That is why God gave a promise. If anybody touches you, they're touching the apple of. ആമേൻ. അതുകൊണ്ടാ ദൈവം പറഞ്ഞത് ആരെങ്കിലും നിന്നെ തൊട്ടാൽ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി അവർ തൊടുകയാണ്. You know, Malayalam song which says, those who touch you, the same thing. I'm just going to sing one verse. Ninne todunnava no ninne alla Devathin kanmani. What does it mean? Those who touch you, they are not touching you, they are touching God. I'm scared of touching God in the wrong way. നിങ്ങളെ തൊടുന്നവർ നിങ്ങളെ അല്ല ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാ It's a തൊടുന്നത്. very bad thing to touch God in the wrong way. ദൈവത്തെ തെറ്റായി തൊടുന്നത് വളരെ മോശമായ കാര്യമാണ്. Turn to somebody and say, I want to touch God in the right way. ഞാൻ ശരിയായ രീതിയിലെ ദൈവത്തെ തൊടത്തുള്ളൂ. God is touching me in the right way. ദൈവം എന്നെ ശരിയായ രീതിയിൽ തൊടുകയാണ്. Hallelujah. ആമേൻ. People of God, your circumstances well arranged and planned by God. ദൈവങ്ങളെ നിങ്ങളുടെ സാഹചര്യത്തെ ദൈവം നന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക. And all those circumstances are not favorable. Praise the Lord. എല്ലാ സാഹചര്യവും നമുക്ക് അനുകൂലമെന്ന് തോന്നത്തില്ല. All things are not favorable. എല്ലാം നമുക്ക് അനുകൂലം തോന്നത്തില്ല. There is a reason for that. അതിനൊരു കാരണമുണ്ട്. There is a reason for that. അതിനൊരു കാരണമുണ്ട്. There is a reason for അതിനൊരു that. കാരണമുണ്ട്. There is a reason for അതിനൊരു that. കാരണമുണ്ട്. There is a reason for that. ദൈവം അതിനൊരു കാരണം There is a reason for that. അതിനായിട്ടൊരു കാരണമുണ്ട്. Hallelujah. From today we don't ask why, Lord. ആമേൻ. ഇന്നു മുതൽ എന്തുകൊണ്ട് നമ്മൾ ചോദിക്കത്തില്ല. We won't ask God why. ദൈവം എന്തുകൊണ്ടെന്ന് ചോദിക്കത്തില്ല. But we will say, Lord, thank you for that. ഹല്ലേലൂയ. മറിച്ച് കർത്താവേ ഈ പ്രശ്നത്തിനായി നന്ദി പറയാൻ പോവുക. There was a man called Paul. പൗലോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, Such a powerful evangelist. ശക്തനായ അഭിഷേകമുള്ള Powerful apostle. ശക്തനായ അപ്പോസ്തലൻ. How many of you have heard about him? എത്ര പേര് അപ്പോസ്തലനെ പൗലോസിനെ കേട്ടിട്ടുണ്ട്? How many? Come on. ആമേൻ. എത്ര പേര് കേട്ടിട്ടുണ്ട്? Paul the apostle. പൗലോസ് അപ്പോസ്തലൻ. It is written about him in the Bible. ദൈവവചനത്തിൽ അദ്ദേഹത്തെ A എഴുതിയിട്ടുണ്ട്. wonderful man to get to know. അറിയേണ്ട മനുഷ്യനാ. One day he was writing a letter. ഒരു ദിവസം അദ്ദേഹം എഴുതി He was writing a letter to a church in Philippi. ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതുകയാ. He is so excited. അദ്ദേഹത്തിന് വലിയ ഉത്സാഹമാണ്. Sometimes when I read, I think maybe this man is, gone out of mind or something. ഞാൻ ചിലപ്പോൾ വിചാരിക്കുക സമുദ്ര തെറ്റിയ By മനുഷ്യൻ. the way, really anointed people of God are like that. യഥാർത്ഥ അഭിഷക്തന്മാർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇവർക്ക് സമനില തെറ്റിയോ വട്ടന്മാരാണോ If ചിന്തിക്കും. you think like that, don't look at me. Look at God. എന്നെ നോക്കണ്ട, ദൈവത്തെ നോക്കുക. Hallelujah. Do you know there is a level of anointing, by the way, which can take you out of your mind? നിങ്ങൾക്ക് അറിയാമോ ഒരു അഭിഷേകത്തിന്റെ തലം നിങ്ങളുടെ സുബോധത്തിൽ നിങ്ങളെ മാറ്റിക്കൊണ്ടു പോകുന്നു. Paul said, പൗലോസ് പറഞ്ഞു, we are out of our minds. We come into our mind only for you. ഹല്ലേലൂയ. ഞങ്ങളുടെ മനസ്സിൽ നിന്ന് സ്വയം മനസ്സിലല്ല, എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങൾ ഈ മനസ്സിലേക്ക് വരുന്നത്. Well, this Paul was put in a prison. ഈ പൗലോസിനെ ഒരു കാരാഗൃഹത്തിലിട്ടു. Why, God? Why? പൗലോസ് ചോദിച്ചു, എന്തുകൊണ്ട്? He never asked. അദ്ദേഹം ചോദിച്ചില്ല. He said, you put me in the jail? എന്നെ ജയിലിലിട്ടോ കർത്താവേ. That is part of your plan. Thank you. നിന്റെ പ്ലാന്റെ പദ്ധതിയുടെ ഭാഗം, അതുകൊണ്ട് നന്ദി. So silent. Thank you, Lord. Thank you for putting me in the prison. എന്നെ ജയിലിലിട്ടതിനായി നന്ദി. Thank you, Lord. Thank you. You're a good God. നീ നല്ല ദൈവമാപ്പാ. Thank you for the disappointments of life. ജീവിതത്തിലെ നിരാശകൾക്കായി സ്തോത്രം. Thank you, Lord. Thank you. But there is something happening in the prison. എന്നാ ജയിലിനകത്ത് ചില കാര്യം That's നടക്കുക. prophetic. There's something happening in the prison. ജയിലിൽ ചില കാര്യങ്ങൾ നടക്കുക. There's something happening in the prison. പ്രിസണിൽ ചില കാര്യങ്ങൾ നടക്കുക. Something is happening in the prison. അവിടെ ചില പ്രവൃത്തി നടക്കുക. Something is happening in the prison. തടവറയ്ക്കുള്ളിൽ ചില പ്രവൃത്തി Something is നടക്കുക. happening in the prison. തടവറയ്ക്കുള്ളിൽ ദൈവപ്രവൃത്തി Something is നടക്കുക. happening in the prison. Oh, inside the prison. What is happening in the prison? എന്താണ് തടവറയിൽ നടക്കുന്നത്? What is happening in the prison? എന്താണ് തടവറയിൽ നടക്കുന്നത്? Somebody is being born again. ചിലർ അവരെ വീണ്ടും ജനിക്കുക ദൈവരാജ്യത്തിലേക്ക്. Somebody is being born again. ചിലർ ദൈവരാജ്യത്തിലേക്ക് ജനിക്കുക. What is his name? അദ്ദേഹത്തിന്റെ പേരെന്താണ്? What is his name? അല്ലെ ആ വ്യക്തിയുടെ പേരെന്താ? How many remember what's that? അദ്ദേഹത്തിന്റെ പേരെന്താണ്? No. ഹല്ലേലൂയ. No. കാരാഗ്രഹ പ്രമാണി. No. Onesimus was a man.
Who was born again in the prison in the book of Philemon? Onesimus was. Thank you. ഒനേസിമോസ് എന്ന മനുഷ്യൻ. Onesimus was being born again in the prison. ഓ പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ ഒനേസിമോസ് വീണ്ടും ജനിച്ചു. Paul, powerful evangelist. പൗലോസ് ശക്തനായ അപ്പോസ്തലൻ. Let us give him a mic and a pulpit. അദ്ദേഹത്തിന് ഒരു മൈക്ക് പുൽപറ്റും കൊടുക്കുക. Millions will come. ഓ 10,000 വരും. Paul was living with that expectation probably. ആ പ്രതീക്ഷയുടെ അദ്ദേഹം ജീവിക്കായിരിക്കും ഒരുപക്ഷേ. But one day, because he was preaching the gospel, the police put him in the prison. ഓ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് ഒരു ദിവസം ജയിലിലിട്ടു. Paul stood there in the prison. പൗലോസ് അവിടെയും ശക്തമായി. Paul said, "All right, I'm going to preach here also." പൗലോസ് പറഞ്ഞു ഇവിടെ ഞാൻ പ്രസംഗിക്കാൻ Paul പോകുന്നു. said, "Till the last day I die, I will preach the gospel. അദ്ദേഹം പറഞ്ഞു മരിക്കുന്നവരെ ഈ വചനം Whether you put me in the prison, whether you put me in the palace, wherever you put, I will preach the gospel." ആമേൻ. അദ്ദേഹം പറഞ്ഞു കൊട്ടാരത്തിലിട്ടാലും ജയിലിലിട്ടാലും ഞാൻ ഈ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക തന്നെ ചെയ്യും. What a God we serve. ഓ എത്ര വലിയ ദൈവം നമ്മുടെ ദൈവം. As a result, somebody called Onesimus came near Paul. അതിന്റെ ഫലമായി ഒനേസിമോസ് പൗലോസിന്റെ അടുക്കൽ വന്നു. Onesimus said, "Hey, you old man, why are you shouting in the gospel? Shut up." ഹല്ലേലൂയ. അദ്ദേഹം ചോദിച്ചു വല്യപ്പ നീ എന്തിനാ ഈ ഗോസ്പൽ വിളിച്ചു പറയുന്നത്? Paul said, "You young fellow Onesimus, I can't stop myself because there is something in me that is greater than the things in the world." ഓ യൗവനക്കാരനായ ഒനേസിമോസ് നിനക്കിത് മനസ്സിലാകത്തില്ല. എന്റെ ഉള്ളിലൊരു തീ ഉണ്ട്. ആ തീ എന്നെ അടങ്ങിയിരിക്കാൻ അനുവദിക്കത്തില്ല. So to keep on preaching. അതുകൊണ്ട് ഞാൻ ഇനിയും പ്രസംഗിക്കും. So he said, "What do you want to speak? Come on, tell me." എന്താ നിനക്ക് പറയാനുള്ള പെട്ടെന്ന് പറ. He said, "Look, I want to teach you that there is freedom in Jesus Christ." പറഞ്ഞു ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോവാ ക്രിസ്തു യേശുവിൽ നിനക്കൊരു സ്വാതന്ത്ര്യമുണ്ട് മോനെ. Onesimus started laughing. ഒനേസിമോസ് ചിരിക്കാൻ തുടങ്ങി. Foolish fellow. മണ്ടൻ. Now I know you are really crazy. എനിക്കറിയാം ഇപ്പൊ നിനക്ക് സുബോധമില്ലെന്ന്. Now I know you are really dumb. നിനക്ക് ബുദ്ധിയില്ലെന്ന് മനസ്സിലായി. Now I know that you are a foolish fellow. എനിക്കറിയാം നീ വിഡ്ഢിയാ. Oh, you have got senile dementia at this age. ഈ സമയത്ത് നിനക്ക് മാനസിക രോഗമാ. You are teaching about freedom. സ്വാതന്ത്ര്യം പഠിപ്പിക്കുക. You are put in the prison. നീ തന്നെ ജയിലിൽ കിടക്കുക. What gospel are you preaching? എന്താ സുവിശേഷം നീ പറയുന്നത്? Somebody shout an amen. ഹല്ലേലൂയ. Paul continued to preach. ആമേൻ. പൗലോസ് പിന്നെ പ്രസംഗിച്ചു. Paul said, "You know what, Onesimus? ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു ഒനേസിമോസ് I preach Christ crucified. ക്രൂശിക്കപ്പെട്ട യേശുവിനെ I want you to know one day this jail will be over. ഹല്ലേലൂയ. ഒരു ദിവസം ഈ ജയിൽ വാസമൊക്കെ കഴിയും. I know the day is coming when I am going to be lifted up in eternity with Jesus, who I preach now." ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ അടുക്കൽ നിത്യതയിലേക്ക് ഞാൻ ഒരു ദിവസം കടന്നു ചെല്ലും. Onesimus, do you want that Jesus? ഒനേസിമോസ് നിനക്ക് യേശുവിനെ വേണോ? Onesimus looked at Paul. ഒനേസിമോസ് പൗലോസിനെ നോക്കി. I tried to make fun of this guy. ഇയാളെ ഞാൻ കളിയാക്കാൻ നോക്കി. I tried to push him down. അയാളെ തള്ളി താഴെയിടാൻ I ശ്രമിച്ചു. see that he's in bonds. ഞാൻ മനസ്സിലാക്കിയാൽ തടവറയില്ല. But I don't see any change. He's as active and bold as ever. എന്നാൽ ഇവന്റെ തന്റെ ഇടത്തിന് ധൈര്യത്തിന് ഒരു കുറവുമില്ലല്ലോ. Onesimus said, "I want that God." ഹല്ലേലൂയ. ഒനേസിമോസ് പറഞ്ഞു എനിക്ക് ഇവന്റെ ദൈവത്തെ വേണം. Onesimus said, "I've been watching you, Paul, for the last 3-4 days. പൗലോസേ 3-4 ദിവസം ഞാൻ നിന്നെ നോക്കുക. I see the soldiers have come and they have beaten you again and again and again. ഓ പട്ടാളക്കാർ നിന്നെ അടിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. I see that they have kicked you. അവർ നിന്നെ തൊഴിക്കുന്നേ കണ്ടു. But I see that you all took it so well. എന്നാൽ നിനക്കൊരു കുഴപ്പമില്ലല്ലോ. You are in a prison. നീ ജയിലിലല്ലേ? I see the way you're eating food. ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. I see you always praying before you eat food. ഭക്ഷണം കഴിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് കണ്ടു. I'm not like that. ഞാൻ അങ്ങനല്ല. The rest of the prisoners are not like that. മറ്റുള്ളവർ അങ്ങനല്ല. Why, Paul? There is a change in you, man. There's something different about you, man. പൗലോസേ മറ്റുള്ളവർ നിനക്കൊരു വ്യത്യാസമുണ്ട്. That I preach Christ crucified. അദ്ദേഹം പറഞ്ഞു ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. I am free in the inner man. എന്റെ അകത്തെ മനുഷ്യൻ സ്വതന്ത്രനാ. Hallelujah. Amen. One day, Onesimus decided to test Paul. ഒരു ദിവസം ഒനേസിമോസ് പൗലോസിനെ പരിശോധിച്ചു. Onesimus went to the bathroom. ഒനേസിമോസ് ബാത്റൂമിൽ പോയി. He took something dirty from there. ഹല്ലേലൂയ. അവിടെ വൃത്തികേട് ചെയ്തു. He put it on Paul. അത് പൗലോസിന്റെ മേലിട്ടു. Paul just took it away, പൗലോസ് അത് എടുത്ത് മാറ്റി. washed himself. തന്നെ താൻ കഴുകി. I said, "Onesimus, I forgive you." ഹല്ലേലൂയ. പറഞ്ഞു പൗലോസ് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. Onesimus said, "I want this Jesus." ഹല്ലേലൂയ. ഇയാൾ പറഞ്ഞു നിന്റെ ദൈവത്തെ എനിക്ക് വേണം. Paul, you preach, you live, and you are in the jail, and still I don't see your smile away even for one day. പൗലോസ് നീ പ്രസംഗിക്കുന്നു, നീ ജീവിക്കുന്നു, നീ ഇപ്പൊ ജയിലില്ല, എങ്കിലും നിന്റെ സന്തോഷത്തിന് ഒരു കുറവുമില്ല. Paul, you are a 70-year-old man, but I see that there is so much of something different about you. നിനക്ക് 70 വയസ്സുണ്ടെങ്കിലും നിന്നിലുള്ള വ്യത്യാസം എത്ര മനോഹരമാണ്. Why, Paul? എന്താ പൗലോസേ? I serve a living God. പൗലോസ് പറഞ്ഞു ഞാനൊരു ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത്. Forever and ever and ever, he is the same. അവൻ ഒരിക്കലും മാറ്റമില്ല. അവൻ അനന്യനാണ്, ഒരുപോലെയാ. He pushed me down from the horse on Damascus. ദമസ്കസിൽ കുതിരപ്പുറത്ത് എന്നെ തള്ളിയിട്ടു. He brought me into precious saints. എന്നെ വിശുദ്ധന്മാരുടെ കൂട്ടായി. I was once a murderer. ഒരിക്കൽ ഞാൻ കൊലപാതകയായി. I was standing so firm for my religion. എന്റെ മതത്തിന് വേണ്ടി നിന്നവനാണ് ഞാൻ. But he touched me. എന്നാൽ യേശു എന്നെ തൊട്ടു. Whether I'm in the jail,
ജയിലിലാണെങ്കിലും whether my circumstances are good or bad, സാഹചര്യം നല്ലതാണെങ്കിലും അല്ലെങ്കിലും one thing I know, ഒരു കാര്യം എനിക്കറിയാം, his name will be lifted up. അവന്റെ നാമം എപ്പോഴും ഉയരും. And I am happy when his name is being lifted അവന്റെ up. നാമം ഉയർത്തപ്പെടുമ്പോൾ എനിക്ക് സന്തോഷമാണ്. Therefore, I'll continue to preach. അതുകൊണ്ട് ഞാൻ തുടർന്നും പ്രസംഗിക്കും. By the way, Paul did not stay in that prison. ഹല്ലേലൂയ. മനസ്സിലാക്കണം, പൗലോസ് ഇന്നും അവിടെ നിന്നില്ല. He was brought out. അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നു. He came out. അദ്ദേഹം പുറത്തു വന്നു. He lived a very successful life. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ചു. God allowed a prison in Paul's life for the sake of one man called Onesimus. ഒനേസിമോസ് എന്ന വ്യക്തിക്ക് വേണ്ടി പൗലോസിന്റെ ജീവിതത്തിൽ ഒരു കാരാഗ്രഹം ദൈവം അനുവദിച്ചു. Don't be people who are always after prosperity and the good things of life. ഓ, നന്മയ്ക്കും അനുഗ്രഹത്തിന്റെ പിന്നാലെ മാത്രം ഓടരുത്. Run after Jesus. യേശുവിന്റെ പുറകെ മാത്രം ഓടരുത്. God is more interested in changing you നിങ്ങളെ രൂപാന്തരപ്പെടുന്ന യേശുവിന്റെ താല്പര്യം than changing your circumstances. സാഹചര്യത്തെ മാറ്റുന്നതിനപ്പുറമായി God is more interested in changing us than changing our circumstances. നമ്മുടെ സാഹചര്യങ്ങളെ തിരുത്തുന്നതിനപ്പുറമായി നമ്മളെ God is more interested in changing us than our circumstance. നമ്മുടെ സാഹചര്യങ്ങളെക്കാൾ ഉപരിയായി നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതിലാണ് ദൈവത്തിന് ഇഷ്ടം. I don't hear an amen. ഞാൻ ആമേൻ കേട്ടില്ലല്ലോ. Hallelujah. ഹല്ലേലൂയ. Do you know why? താങ്ക് യു. എന്തുകൊണ്ടാണെന്നറിയാമോ? I'm going to explain it to you. ഞാൻ അത് വിശദീകരിക്കാം. When I was young, ഞാൻ my ചെറുപ്പമായിരുന്നപ്പോൾ parents sent me to a English medium school. എന്റെ മാതാപിതാക്കൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എന്നെ വിട്ടു. I would have liked to study my native language. എന്റെ സ്വന്തം ഭാഷയെ പഠിക്കാനാണ് എനിക്കിഷ്ടം. Tara, para, kara, para. I like to study all that. ഹല്ലേലൂയ. Native language was more interested to me. But my parents said, no, you have to go and study English. ഹല്ലേലൂയ. മാതാപിതാക്കൾ പറഞ്ഞു, ഇല്ല മോനെ, നീ ഇംഗ്ലീഷ് പഠിക്കണം. So I learned English. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു. And I began to read books in English. ഇംഗ്ലീഷ് പുസ്തകം പഠിക്കാൻ തുടങ്ങി. And I began to hear messages in English. ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ കേട്ടു. And my language began to pick up. എന്റെ ഭാഷ അനുഗ്രഹമായി. In the initial days, I had a problem in speaking English. ആദ്യ ദിവസങ്ങളിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ But ബുദ്ധിമുട്ടുണ്ടായിരുന്നു. eventually the Lord began to full his power on my language. എന്നാൽ ആത്യന്തികമായ ദൈവത്തിന്റെ ശക്തി What was once a difficulty became a blessing. ആമേൻ. ഒരിക്കൽ ബുദ്ധിമുട്ടായിരുന്നത് പിന്നീട് ശരിയായി ദൈവം ചെയ്തു. I decided to stay where my parents told me to stay. മാതാപിതാക്കൾ പറഞ്ഞിടത്ത് നിൽക്കാൻ തീരുമാനിച്ചു. I decided to be in the prison where I was asked to be. ഞാൻ ദൈവം അവരെ ആഗ്രഹിച്ച തടവറയിലാകാൻ In the തീരുമാനിച്ചു. right time, God lifted me. He's continuously lifting me. I'm on an elevator, by the ആമേൻ. way. Somebody ആമേൻ. shout an amen. ആമേൻ. തക്ക സമയത്ത് ദൈവം എന്നെ തടവറയിൽ പുറത്തു കൊണ്ടുവന്നു. ഇപ്പോഴും അവൻ Once in a ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. while, God stops the elevator, and I'm on an elevator now. ആമേൻ. ഇപ്പോൾ ഞാൻ എലിവേറ്ററിലാണ്. Once in a while, God stops it at the 100th floor just to let me know where I'm going. Praise the Lord. ഹല്ലേലൂയ. ഞാൻ എങ്ങോട്ടാ പോകുന്നത് എന്നെ മനസ്സിലാക്കാൻ ചിലപ്പോൾ 100ാമത്തെ ഫ്ലോറിലേക്ക് But I'm going up. എനിക്കറിയാം ഞാൻ മുകളിലോട്ട് പോകും. Do you know that an elevator can be like a jail? എലിവേറ്റർ ജയിൽ പോലെ ആകാം, നിങ്ങൾക്ക് അറിയാമോ? Hello, 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 hello. ഹല്ലേലൂയ. Hello. Yes. Hello. If you decide to come out at the 3rd floor, you can stay there. ആമേൻ. 3ാം ഫ്ലോറിൽ പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം, അവിടെ നിൽക്കാം. How many people are on the 3rd floor? ആമേൻ. എത്ര പേർ 3ാം നിലയിലാ? Get back to the elevator today. ഇന്ന് എലിവേറ്ററിലേക്ക് തിരികെ കയറ്. Get back to the elevator today. ലിഫ്റ്റ് തിരിച്ചു വാ. Come get back to the elevator ഓ, today. മടങ്ങി വരിക Because the ലിഫ്റ്റിനകത്ത്. kingdom of God is in the lifting up business. കാരണം ദൈവരാജ്യം താഴോട്ടല്ല മേലോട്ട് തന്നെ The പോവുകയാ. kingdom of God is in the lifting up business. ഓ, ദൈവരാജ്യം നിങ്ങളെ ഉയർത്തുന്ന God പ്രക്രിയയിലാ. has created lifts for you to lift you up. നിങ്ങളെ ഉയർത്തുവാൻ ദൈവം ലിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. But you have to get into the lift. നിങ്ങൾ ലിഫ്റ്റ് കയറണം. You are still interested in the lowest, the area. താഴെ തന്നെ ഇരിക്കാൻ നമുക്ക് താല്പര്യം. You know, a lot of people are comfortable in their misery. Do you know that? ഒരേകരം തങ്ങളുടെ കഷ്ടതയിൽ സന്തോഷിച്ച് അതുകൊണ്ട് തൃപ്തിയായിരിക്കും. They want that misery again and again. വീണ്ടും ആ കഷ്ടത ഇരിക്കട്ടെ എന്നാ. It is human nature to create the same situation again and again. വീണ്ടും വീണ്ടും അതേ സാഹചര്യം ഉണ്ടാക്കുന്ന മനുഷ്യന്റെ സ്വഭാവം. People don't like to get in the lift. ലിഫ്റ്റ് കയറാൻ The minute people get into the lift, they close the door, they immediately look for which floor is this? First floor. I want to get down to the second floor, or I want to come back to the first floor. That happens to a lot of Christians. ക്രിസ്ത്യാനിൽ ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ ഏത് ഫ്ലോറിലേക്കാണ് ഞാൻ പോകുന്നത്, എനിക്ക് താഴോട്ട് പോകണം മേളിലോട്ട് പോകണം എന്ന് പറഞ്ഞ് കൺഫ്യൂഷനാണ്. But there are people who love the Lord. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട്. Lord, you put me in the lift. കർത്താവേ, അങ്ങാണ് എന്നെ ലിഫ്റ്റിൽ The ഇട്ടത്. doors are closed. അത് കടഞ്ഞിരിക്കുക. Nobody is there in the lift. സഹായിക്കാൻ ആരുമില്ല. But the lift is only going up. എന്നാൽ ലിഫ്റ്റ് മേളിലോട്ടേ പോകുന്നുള്ളൂ. Somebody shout it. ഹല്ലേലൂയ. That is why God allows situations in your life. നിങ്ങളുടെ ജീവിതത്തിൽ സാഹചര്യം ദൈവം അനുവദിക്കുന്നത്. Not because God left you, you stop praying, you stop fasting. Where is God? Where is God? That is all unbelief. God is with you. You are in the lift. ഓ, ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല. എവിടെയാണ് ദൈവം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ലിഫ്റ്റിലാണ്. ദൈവം നിങ്ങളെ കൈവിട്ട ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. Some lifts have glass walls around them. ചില ലിഫ്റ്റിന് ഗ്ലാസ് വോൾ ഉണ്ട്. You know where you're going. നമുക്ക് കാണാം. When you look into the 200th floor and look down, 200ാമത്തെ ഫ്ലോറിൽ താഴോട്ട് നോക്കുമ്പോൾ what a wonderful thing it would be. ഓ, എത്ര മനോഹരമായിരിക്കും. Where did I come from? എവിടുന്നാ ഞാൻ വന്നത്? Oh Lord. കർത്താവേ. Sometimes it's good to think where we came from. ഓ, നമ്മൾ എവിടുന്നാ വന്ന് ചിന്തിക്കുന്നത് നല്ലതാ. Just look behind. Many of us look behind for 4 years ഓ, കഴിഞ്ഞ 4 വർഷത്തിന് പുറകിലേക്ക് നോക്കുക. and just see where we were. നമ്മൾ എവിടെയായിരുന്നു നോക്കുക. And now you see where we are. ഇപ്പോൾ എവിടാന്ന് നോക്കുക. How many people really believe
Yes, I am in the 4th floor. എത്ര പേര് വിശ്വസിക്കുന്ന 4ാമത്തെ നിലയിലാ? You can quietly lift up your hands. അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നവർ കരം ഉയർത്താം. I am in the 100th floor. ഞാൻ 100ാമത്തെ നിലയിലാ. And I'm still going high. ഞാൻ ഇപ്പോഴും മുകളിലേക്ക് പോവുകയാണ്. My God is in the lifting business. എന്റെ ദൈവനെ ഉയർത്തുന്നതിൽ വ്യാപൃതനാണ്. My God is in the lifting business. ദൈവം ഉയർത്തുന്ന മനുഷ്യനെ God ഉയർത്തുന്നതിൽ has no താൽപര്യമാണ്. partiality. ദൈവത്തിന്റെ മേൽ പക്ഷഭേദമില്ല. You get into the lift, brother. You get into the lift, sister. സഹോദര സഹോദരി, നീ ലിഫ്റ്റിനകത്തേക്ക് In കയറ്. the 1st floor and the 2nd floor, it is difficult. I know. ഒന്നാമത്തെ ഫ്ലോർ രണ്ടാമത്തെ ഫ്ലോർ ബുദ്ധിമുട്ട് എനിക്കറിയാം. I have been through that. ഞാൻ ഇതിൽ കൂടെ പോയിട്ടുണ്ട്. And still sometimes I go through that. ഇപ്പോഴും അതിലേക്കൂടെ ചിലപ്പോൾ പോകും. But I know I am so comfortable with the lift now. കാരണം ലിഫ്റ്റിനോട് എനിക്ക് പരിചയമായി. Hallelujah. Amen. It is going up. ആ ലിഫ്റ്റ് മുകളിലോട്ട് പോവുകയാണ്. That lift is going to go up and higher and higher and higher. എനിക്ക് ചിന്തിക്കാൻ വയ്യാത്ത ഉയരങ്ങളിലേക്ക് അത് Higher, പോവുകയാണ്. higher. ഉയരത്തിലേക്ക് പോവുകയാണ്. Hallelujah. Amen. But you have to get into the lift. എന്നാൽ നമ്മൾ അതിൽ കയറിയേ പറ്റൂ. Without the lift, whatever happens, you can't go up. ഹല്ലേലൂയ. ലിഫ്റ്റ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. That is why God allows circumstances in your life. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നത്. Any of you have a problem with your bosses or your supreme commandos in your workplace? നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ സൂപ്പർവൈസർമാരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടോ? If you want to, you can lift up your hands. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ കരം ഉയർത്താം. I'm going to tell you a secret behind it. ഞാൻ ഇതിനുള്ള രഹസ്യം പറയാം. Praise the Lord. I'll tell you the reason for that. അതിന്റെ കാരണം പറയാം. Joseph had to be with people in the jail who he did not like for many years. തനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുമായി ജയിലിൽ കിടക്കുവാൻ ജോസഫിന് ചെയ്യേണ്ടി വന്നു. One day Joseph was going to be lifted above all of them. ഒരു ദിവസം ഇവരെക്കാൾ എല്ലാ ഉയരത്തിൽ ജോസഫ് പുറത്തു വരാൻ പോകും. Do I hear an amen? ആമേൻ. Joseph was in God's elevator. ഹല്ലേലൂയ. ദൈവത്തിന്റെ ലിഫ്റ്റിൽ ജോസഫ് കിടക്കുക. Hallelujah. I know a man, a good brother in the Lord, but he has a problem with authorities. ഹല്ലേലൂയ. എനിക്കൊരു നല്ല ദൈവത്തിന്റെ മകനെ അറിയാം. എന്നാൽ സൂപ്പർവൈസർമാരെ അംഗീകരിക്കുന്നതിൽ പ്രോബ്ലം. And he never has a promotion in his job. ജോലിയിൽ ഒരിക്കലും പ്രൊമോഷൻ കിട്ടാറില്ല. He is always sidestepped. എപ്പോഴും അദ്ദേഹം സൈഡ് സ്റ്റെപ്പിലാണ്. Always they will prefer somebody else for the promotion. മറ്റുള്ളവരെ പ്രൊമോഷൻ വരുമ്പോൾ അദ്ദേഹത്തെ തഴഞ്ഞിട്ട് വേറെ ആരെയും എടുക്കും. He's a good brother. നല്ല സഹോദരനാണ്. He also has a problem. ഇതൊരു പ്രശ്നവുമുണ്ട്. He never gets along with any pastor in his church. സഭയിലെ ഒരു പാസ്റ്റർമാരോട് അദ്ദേഹം വിധേയപ്പെട്ടിരിക്കുന്നില്ല. No. He's always in fighting. He'll find some fault with the not in our church. I'm not talking about anybody in our church. He'll find fault with his pastor or something, and he fights with him, and he goes and sits at home. സഭയിലെ കാര്യമല്ല, അദ്ദേഹം ആയിരിക്കുന്ന പാസ്റ്റർ ദൈവദാസന്മാരെ കുഴപ്പം കണ്ടുപിടിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കും. God wants to bring him up in that elevator where he has to submit to his boss. ഹല്ലേലൂയ. തന്റെ സൂപ്പർവൈസറിന് താൻ കീഴടങ്ങിയിരിക്കുന്ന ആ ലിഫ്റ്റിൽ തന്നെ ഇരുന്ന് അവിടെ നമ്മൾ ഉയർത്താൻ ദൈവത്തിന്റെ പദ്ധതി. Hallelujah. സ്തോത്രം. But he won't do that. ദൈവം അത് ചെയ്യത്തില്ല. God says, son, get into the elevator. I want to lift you up. ഹല്ലേലൂയ. ദൈവം പറയാ, മോനെ നീ ഇതിനകത്തോട്ട് കയറി, ഞാൻ നിന്നെ പൊക്കാം. Unless you do that, how can I lift you up? നീ കയറിയില്ലെങ്കിൽ എങ്ങനെ നിന്നെ ഉയർത്താൻ പറ്റും? How many of you are getting the message? ഹല്ലേലൂയ. എത്ര പേർക്ക് സന്ദേശം മനസ്സിലായി? Elevators of God, planned by God. Your difficult situations are planned by God to lift you up in a godly way. ആമേൻ, ആമേൻ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും തമ്പുരാൻ തന്നെ നിങ്ങളെ ഉയർത്താൻ ഒരുക്കിയിരിക്കുന്ന ഒരു എലിവേറ്റർ ആണ്. Why do we have some people have financial problem? എന്തുകൊണ്ടാണ് ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ? Because they don't get into the elevator called the principles of God in finances. ദൈവത്തിന്റെ സാമ്പത്തിക തത്വങ്ങളിൽ ആ എലിവേറ്ററിൽ അവർ കയറുന്നില്ല. You must get into the principles of the kingdom of God if you really want to be blessed financially. സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവരാജ്യത്തിന്റെ തത്വങ്ങളിലേക്ക് കടക്കണം. When you get married, why do you have marital problems? എന്തുകൊണ്ടാണ് വിവാഹിക പ്രോബ്ലങ്ങൾ വരുന്നത്? We must get into the elevator called God, who alone is capable of handling your problem. നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയുന്ന ദൈവമായിരിക്കുന്ന എലിവേറ്ററിലേക്ക് നമ്മൾ കയറണം. In marriage, people don't like to follow the principles of God. വിവാഹ ജീവിതത്തിൽ ദൈവത്തിന്റെ തത്വങ്ങൾ പിൻപറ്റാൻ ആളുകൾക്ക് താല്പര്യമില്ല. They have a failure there. അവർ പരാജയപ്പെടുകയാണ്. The church is suddenly so silent. I'm speaking the truth, people of God. ഞാൻ പ്രിയപ്പെട്ടവരെ, ഞാൻ സത്യം പറയുക. God is interested in you more than your circumstance. നിങ്ങളുടെ സാഹചര്യങ്ങളെക്കാൾ ഉപരിയായി നിങ്ങളിലാണ് യേശുവിന് താല്പര്യം. And God wants you to get into the lift. നിങ്ങൾ ലിഫ്റ്റിൽ കയറാൻ ദൈവം ആഗ്രഹിക്കുന്നു. Simply obey the principles of God. ലളിതമായി ദൈവത്തിന്റെ തത്വം അനുസരിക്കുക. When you begin to obey the principles of God, it is not easy. ദൈവത്തിന്റെ തത്വങ്ങളെ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ എളുപ്പമല്ല. But eventually it becomes so easy. എന്നാൽ അനുസരിച്ച് തുടങ്ങി കഴിയുമ്പോൾ അത് വളരെ എളുപ്പമാണ്. Hallelujah. ഹല്ലേലൂയ. Praise God. What are the principles of marriage? വിവാഹത്തിന്റെ തത്വം എന്താണ്? Shall I tell you a secret? ഞാൻ രഹസ്യം പറയട്ടെ? Will you take it well? നിങ്ങൾ അത് സ്വീകരിക്കുമോ? How many of you want to know this? നിങ്ങൾക്ക് അറിയണം. I'll tell you about finances. I'll tell you about principles of marriage. Some of the things for you to be released. സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ, വിവാഹത്തിന്റെ തത്വങ്ങൾ ഞാൻ പറയാം. Two things about marriage. വിവാഹത്തെ പറ്റി രണ്ട് കാര്യങ്ങൾ. Stop interfering in your spouse's life.
without telling the Lord. Whatever. Don't interfere in your spouse's life unless the Lord tells you to do that. ആമേൻ. ദൈവം നിങ്ങളോട് പറയാതെ നിങ്ങൾ ജീവിത പങ്കാളിയുടെ വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്. ദേഷ്യമായിരിക്കും. I just speak. ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. I'm not looking at your face here. നിങ്ങളുടെ മുഖത്ത് നോക്കിയല്ല. If you really want peace at home, don't interfere with other people's business. Very simple message. വീട്ടിൽ സമാധാനം വേണമെങ്കിൽ മറ്റുള്ളവരുടെ ബിസിനസ് നമ്മൾ ഇടപെടരുത്. A husband should not keep on controlling the wife for everything. എല്ലാത്തിനും ഭർത്താവ് ഭാര്യയെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. Let her be. അവൾ ആയിരിക്കുന്ന പോലെ ആകട്ടെ. The wife must stop controlling the husband for everything. എല്ലാത്തിനും ഭർത്താവിനെ നിയന്ത്രിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് ഭാര്യ ഒഴിഞ്ഞിരിക്കണം. Let him be. അവനായിരിക്കുന്ന പോലെ ആകട്ടെ. Hallelujah. Praise the Lord. We try to control other people. Hallelujah. പരസ്പരം നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. Do you know controlling other people is a big sin before God? മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ദൈവമുമ്പാകെ പാപമാണെന്ന് അറിയാമോ? Why do you wear this shirt today? എന്താ നീ ഈ ഷർട്ട് ഇട്ടത്? It's better that you wear a white shirt today. ഇതിനേക്കാൾ നല്ലത് വെള്ള ഉടുപ്പിടുന്നതാ. Why do you wear this thing today? ഈ പാന്റ് എന്തിനാ ഇട്ടത്? She didn't say that. I'm just telling you. Hallelujah. Controlling. നിയന്ത്രണം എല്ലാത്തിനും നിയന്ത്രണം. Why are you holding the mic like this? Why can't you hold the mic like this? എന്തുകൊണ്ട് മൈക്ക് ഇങ്ങനെ പിടിച്ചാൽ എന്താ കുഴപ്പം? Why don't you put your mush like this? Why don't you shave off your mush? Control. എന്തുകൊണ്ട് മീശ പിടിക്കുന്നില്ല? ഇങ്ങനെ ചെയ്യല്ല അങ്ങനെ ചെയ്യല്ല. നിയന്ത്രണങ്ങൾ. The husband is also like that. ഭർത്താവും അങ്ങനെ. Wear this cloth, sit like this, stand like this, move like this, dance like this. ഇങ്ങനെ ചെയ്യണം, ഈ തുണി ഇടണം, അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. You know who are the people who control other people? മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ആരാന്ന് അറിയാമോ? Those who are really weak inside. അവരുടെ തന്നിൽ തന്നെ ബലഹീനരായിരിക്കുന്നവർ. എന്നെ അങ്ങ് കൊല്ലുന്ന പോലെ. Don't be angry at me. Do you know if a pastor of a church started controlling the people, you know how terrible it will be? സഭയിലെ പാസ്റ്റർ ആളുകളെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ എന്ത് വിഷമമായിരിക്കും. I'm talking about controlling people, manipulating people. ആളുകളെ നിയന്ത്രിക്കുന്നതിനെ പറ്റി പറയുക. And I've told once, if any of you feel that I'm controlling you, just let me know. I have nothing to do with your life. I hate controlling people. It's a dirty thing to do. നിങ്ങളെ ഞാൻ നിയന്ത്രിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ദയവായി എന്നോട് പറയണം. എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, അത് വൃത്തികേടാ. Would you like to be slaves? നിങ്ങൾക്ക് അടിമകളാകണമോ? God has set you free. ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കി. Don't try to change your spouse. God will change. ഹല്ലേലൂയ. നിങ്ങളുടെ പങ്കാളിയെ ജീവിത പങ്കാളിയെ മാറ്റാൻ ശ്രമിക്കേണ്ട, ദൈവം മാറ്റി തരും. ചിലരൊക്കെ ഉറങ്ങി തുടങ്ങി. ഹല്ലേലൂയ. നിർത്താറായില്ലേ പാസ്റ്റർ? ഇതൊക്കെ ബൈബിൾ എടുത്ത് കാണിക്കുക ഇങ്ങനെ. Praise the Lord. ഹല്ലേലൂയ. You know, when you try to change your husband or wife, you know what happens? God says, you complete your work, then I'll come back after some time. നമ്മളായിട്ട് ഭർത്താവിനെ ഭാര്യയെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറയും, നീ ചെയ്യ്, നീ തീർത്ത ശേഷം ഞാൻ വരാം. You know why we try to change our spouses? എന്തുകൊണ്ടാണ് നമ്മൾ ജീവിത പങ്കാളിയെ മാറ്റുന്നത്? We don't like to be identified with them as they are. That's why. അവരോട് കൂടെ നമ്മൾ അനുരൂപപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. No, അനുരൂപപ്പെടുക. In society, we don't like to be really the husband or the wife of so and so. പൊതുജീവിതത്തിൽ വരുമ്പോൾ ഇന്നാളുടെ ഭർത്താവായിട്ടോ ഭാര്യയായിട്ടോ അറിയപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. So we try to keep on changing. Because we are selfish. We don't like to be married to the spouses as they are. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മാസ്ക് ഇടാൻ ശ്രമിക്കുക. നമ്മുടെ ഭാര്യയെ തന്നെ പറഞ്ഞതാ. Praise the Lord. Am I not speaking the truth? സത്യമല്ലേ പറയുന്നത്? If I love my wife as she is, why can't she be herself? ഹല്ലേലൂയ. എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഇഷ്ടം പോലെ ആകാൻ പറ്റത്തില്ല. For good or bad, I have married her. നന്മയ്ക്കോ തിന്മയ്ക്കോ ഞാൻ അവളെ വിവാഹം കഴിച്ചതാ. If she has to change, God will change. അവളെ മാറ്റണമെങ്കിൽ ദൈവം മാറ്റും. We don't like to be identified. നമുക്ക് അവരുടെ ഇന്നാളുടെ പേരിൽ അറിയപ്പെടാൻ താല്പര്യമില്ല. എൻ്റെ അച്ഛനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എനിക്കുണ്ട് ചില നാണക്കേടാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനകത്തൊന്നും ഇടപെടാത്തത്. Praise the Lord. Hallelujah. Somebody talk bad against my husband. I don't want to. It is shame for me. That's why you are married for life. Hallelujah. ശ്രദ്ധിക്കണമേ, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ വേണ്ടി നിങ്ങൾ വിവാഹ ജീവിതം. That is the real principle of marriage. അതാണ് വിവാഹത്തിന്റെ തത്വം. ഉറങ്ങുന്നവർക്കായി ചായ തരാം. Praise the Lord. Those who sleep will give tea. Praise the Lord. This is the truth. ഇത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. Successful marriage is taking your hands off your spouse and handing it over to Jesus. Amen. ഹല്ലേലൂയ. വിവാഹ ജീവിതത്തിന്റെ വിജയത്തിന് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ കാരമെടുത്തിട്ട് ദൈവത്തിന്റെ വിഷയത്തെ കൈമാറുന്നു. ഞാൻ ഇനി ഒന്നും പറയാൻ വരുന്നില്ല. നിങ്ങളുടെ പാസ്റ്റർ എന്താ തെറ്റ് ചെയ്തു? I'm not saying anything. You and your pastor do whatever you want. Praise the Lord. Hallelujah. Your true pastor is Jesus. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ യഥാർത്ഥ പാസ്റ്റർ യേശു കർത്താവ്. Why don't you hand over your spouse to Jesus? കുറെ നാളായി ഇതൊക്കെ പറയുന്നത് കേൾക്കുന്നത്. ഞാൻ ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുക. You are not handing over. Amen. That's a problem. Amen. If you really hand over your husband or your children or your wife to God, you will stop interfering in their life. It is so clear. Amen. യഥാർത്ഥത്തിൽ നമ്മുടെ ഭാര്യ ഭർത്താവിനെ നമ്മൾ ദൈവത്തിന് കൈമാറിയാൽ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മൾ നിശ്ചയമായി നിർത്തും. Am I right or wrong? You can correct me if you want.
Why don't you stop interfering and start praying? It's very simple as that. വിഷയത്തിൽ ഇടപെടുന്നത് നിർത്തിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങാത്തെന്താ? Pray 1 hour. ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുക. Speak to your wife for 10 minutes. There'll be a change. എന്നിട്ട് 10 മിനിറ്റ് ഭാര്യയോട് സംസാരിച്ചാൽ വ്യത്യാസം കാണും. Fight with your husband and wife for 20 minutes and then go and tell God is not taking care of my family. Something is wrong with my family. That is a lie of Satan. ഹല്ലേലൂയ. 20 മിനിറ്റ് ഭർത്താവിനോട് ഭാര്യയോട് വഴക്കുണ്ടാക്കിയിട്ട് ദൈവം എന്നെ കേൾക്കുന്നില്ലെന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം. പോഷ്കാണ്, പിശാചിന്റെ പോഷ്കാണ്. എല്ലാം വെച്ചിട്ട് ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച് വന്നതാ. അങ്ങനെ പിന്നെ തുടങ്ങി വടിയെടുക്കാൻ. ഹല്ലേലൂയ. For some comfort, but I am not getting it. You will get comfort if somebody comes and tells you, I will pray for your husband, I'll pray for your wife, praise the Lord. But that comfort will go away after 2 days. I am speaking something for eternal comfort. ആമേൻ. നിത്യമായിട്ടുള്ള ആശ്വാസത്തിന് വേണ്ടി പറയുക. ഒരാൾ വന്ന് നിനക്ക് ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് 10 മിനിറ്റത്തേക്ക് നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞത് പോകും. Hallelujah. Simple principle of marriage. വിവാഹത്തിന്റെ ലളിതമായ തത്വം. My life, I love you as you are. എൻ്റെ ഭാര്യയെ ഞാൻ നീ ആയിരിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു. I loved you I married you with your faults, with your drawbacks, with everything. And I'm ready to wait till Jesus changes you. ആമേൻ. നിന്റെ നന്മയോടും തിന്മയോടും എല്ലാം കൂടെയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് ഞാൻ നിന്നെ അതുപോലെ സ്നേഹിക്കുന്നു. യേശു വരുന്നവരെ ഞാൻ അതുപോലെ സ്നേഹിക്കും. That is commitment. അതാണ് സമർപ്പണം. ആരും മിണ്ടുന്നില്ല ജോജോ. ഹല്ലേലൂയ. What's happening? ആമേൻ. മതിയായി. ഇതിക്കുള്ള സഹിക്കാൻ മേലെ. I cannot tolerate anymore. Hallelujah. That's a problem. Let me give you a principle, financial principle. I was just telling about one principle of marriage. വിവാഹത്തിന്റെ ഒരു തത്വം പറഞ്ഞതേ ഉള്ളൂ. Hallelujah. ചിലർ പറയുന്നുണ്ടെന്നറിയോ, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കാണായിരുന്നു. ആമേൻ. Some people say if I did not pray we could have seen. ഞാൻ കൂടില്ലെന്ന് കാണായിരുന്നു. Just because of me things are working. എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ കൂടുതൽ നമ്മൾ ദൈവത്തിന്റെ സ്ഥാനം എടുക്കുക. നമ്മൾ വലിയ പ്രാർത്ഥനക്കാരാണ് കുടുംബം ഇങ്ങനെ പോകുന്നത്. That is the height of pride. Hallelujah. നിങ്ങളുടെ കൊടുമുടിയാണ്. That means it is because of me. God gave you to your husband or you to your wife. That is God's provision for your husband or for your wife. Amen. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയോ ദൈവം തന്നത് ദൈവത്തിന്റെ ദാനമാണ്. It's not that we do anything of our own. നമ്മൾ ചെയ്തുകൊണ്ടല്ല. If you are a blessing for your family because God gave you to your husband and God gave you to your wife. Amen. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമാണെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ ഭാര്യയ്ക്കും ദൈവമാണ്. If you believe that, നിങ്ങൾ അത് വിശ്വസിക്കുന്നെങ്കിൽ from today we say, Lord, I'm going to pray more and I'm going to stop interfering in the life of somebody else. അത് മനസ്സിലാക്കുന്നെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ തീരുമാനിക്കുക, കർത്താവേ ഞാൻ അധികം പ്രാർത്ഥിക്കാൻ പോവുകയാണ്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ഞാൻ കുറയ്ക്കാൻ പോവുകയാണ്. Here is another principle of finance. I just said this because I want to get into the elevator. ലിഫ്റ്റ് കയറാൻ വേണ്ടി പറയുകയാണ്. ഫൈനാൻസിന്റെ തത്വം. What is the principle of finances? സാമ്പത്തിക വിഷയത്തിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? Something very simple. ലളിതമായിട്ടുള്ള കാര്യം. Earn more, spend less. That's it. അധികം നേടുക, കുറച്ച് ചെലവാക്കുക. ഇത് പറയാനാണ് ഇയാൾ ഞങ്ങളെ 12 മണി വിളിച്ചു വരുന്നത്. This is what you have to tell us. But let me ask you, earn more and spend less. Is that a wrong principle? അധികം സമ്പാദിച്ച് കുറച്ച് ചെലവാക്കുന്നത് മോശമായ തത്വമാണോ? How many of you really have prayed like that? Come on. അങ്ങനെ That's the principle of the kingdom of God. അത് ദൈവരാജ്യത്തിന്റെ തത്വമാണ്. എല്ലാം കിട്ടി അടിച്ച് പൊട്ടിച്ച് 10 ക്രെഡിറ്റ് കാർഡും വലിച്ച് അടിച്ച് തകർത്ത് I have nothing. Why is there financial problem for me? Simple. Hallelujah. Learn to spend properly, that's all. Amen. Hallelujah. Simple principle of the kingdom of God. Learn to spend with what you have. ഉള്ളതിൽ കഴിയാനെ കൊണ്ട് ശ്രമിക്കുക. Did I speak something bad today morning? മോശമാണ് I'm പറയുന്നത്. telling you about the simple principles of God. ദൈവരാജ്യത്തിന്റെ തത്വം പറയുകയാണ്. When we say yes to these simple principles, you are in the elevator. Amen. ഈ ലളിതമായ തത്വങ്ങളോട് നമ്മൾ ഓക്കേ പറയുമ്പോൾ നമ്മൾ കർത്താവിന്റെ ലിഫ്റ്റിൽ കയറുകയാണ്. Look, we have money only to buy a small apartment. That is enough. ചെറിയ അപ്പാർട്ട്മെന്റ് വാങ്ങിക്കാനേ പണമുള്ളൂ, അത് മതി. Why should we show it to other people? മറ്റുള്ളവർ എന്തിനാ കാണിക്കുന്നത്? You know, I came to America and I have 7 houses and hundreds of cars and I have so many credit cards, and when I die, all the credit will go to my children. Praise the Lord. Hallelujah. That is not the testimony. Hallelujah. I have only so much of money and I have a small apartment which I am happy with my wife and my children. I'm saving money. I'm going by the principles of God. I don't care what X, Y or Z tells about me. I don't care. Amen. എനിക്ക് ചെറിയ അപ്പാർട്ട്മെന്റേ ഉള്ളൂ, അതിൽ ഞാൻ സ്വസ്ഥനാണ്, എനിക്ക് സമാധാനമുണ്ട്, ഞാൻ അതിൽ കഴിയുന്നു, അതുകൊണ്ട് ഞാൻ ദൈവം എന്നെ അതിൽ കഴിയാനാണ് എനിക്ക് താല്പര്യം. But why do we take the other decision? മറ്റു തീരുമാനം എന്തിനാണ് എടുക്കുന്നത്? We have to show some people, you know. അവരെ കാണിക്കണ്ടേ? That is known in 1 John chapter 2 verses 15. It is known as the pride of life. Amen. അതിനെ നിഗളമെന്ന് ജീവിതത്തിന്റെ പ്രതാപം എന്ന് കാണിക്കുന്നു. Have you heard that word? കേട്ടിട്ടുണ്ടോ? I gave you 2 principles. രണ്ട് തത്വങ്ങൾ ഞാൻ One, പറഞ്ഞു. in marriage you are already angry with me and I don't want to say anything more. ഒന്ന് വിവാഹത്തെ പറ്റി പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് ദേഷ്യമായി കഴിഞ്ഞു. Hallelujah. Praise the Lord. If you follow simple principles, it is like getting in an elevator. നിങ്ങൾ ലളിതമായ തത്വങ്ങളെ പിൻപറ്റുന്നെങ്കിൽ നിങ്ങൾ ലിഫ്റ്റിൽ കയറുന്നത് പോലെ. But that's a going up elevator.
എന്നാൽ ഈ എലിവേറ്റർ മുകളിലേക്ക് പോകുന്നു. God is interested in that. ദൈവം അതിൽ God is interested in lifting you up. നിങ്ങളെ ഉയർത്തുന്നതിൽ ദൈവത്തിന് താല്പര്യം. I want you to know God is interested in lifting you up. നിങ്ങൾ ഇത് തിരിച്ചറിയണം. നിങ്ങൾ God wants you to get into the lift. നിങ്ങൾ ഈ ലിഫ്റ്റിൽ കയറാൻ ദൈവത്തിന് ഇഷ്ടമാണ്. God wants you to walk in financial freedom. സാമ്പത്തിക സ്വാതന്ത്ര്യം. God wants you to walk in the freedom of life. ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം. Jesus walked on the face of the earth with such freedom. വളരെ ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ യേശു ലോകത്ത് നടന്നു. Jesus was a blessing for other people. മറ്റുള്ളവർക്ക് തന്നെ ഒരു അനുഗ്രഹമായിരുന്നു. Jesus was much wanted everywhere. എല്ലാവർക്കും യേശുവിനെ People വേണമായിരുന്നു. loved Jesus. എല്ലാവരും യേശുവിനെ സ്നേഹിച്ചു. They said, Jesus, come to my home. യേശു ഞങ്ങളുടെ വീട്ടിൽ വന്നേ. Jesus healed the sick. യേശുവേ, ഭാവിയെ- Jesus healed the blind person. Jesus, I want you. യേശുവേ, അങ്ങേ വേണം. And God's the same calling that you have, God has for you and me. അതേ വിളിയാണ് നിങ്ങളെ എന്നെ പറ്റി ദൈവത്തിന്. When are you going to be useful for Jesus? എന്നാ നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ Once പോകുന്നു. all my debts are over. When are you going to be useful for Jesus? എന്നാ നിങ്ങൾ ദൈവത്തിന് When I see all the deliverance. Where are you standing? I am standing in the lowest part of the elevator. എലിവേറ്റർ കീഴിൽ When are you going to come up to the level of Jesus? എപ്പോഴാണ് യേശുവിനോട് വളരുന്നത്? Someday, Pastor. Someday, Pastor. But I'm not going to get into the elevator. ലിഫ്റ്റിൽ കയറുന്നില്ല. The day is coming soon. ദിവസം വളരെ Are you ready to meet him? അവനെ ഒരു സ്വീകരിക്കാൻ When he ഒരുങ്ങുവാണോ? comes, he wants to see you on the highest elevator. അവൻ വരുമ്പോൾ ഉയരത്തിൽ എലിവേറ്റർ He കാണാൻ wants to ആഗ്രഹിക്കുന്നു. see you in the highest place. ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നിന്നെ കാണാൻ If you're in ആഗ്രഹിക്കുന്നു. the highest place, it's easy to be going with him when he comes, isn't it? ഉയരത്തിലാണെങ്കിൽ കർത്താവിനോട് പോകാൻ എളുപ്പമല്ലേ? How many people understand what I'm saying? ഹല്ലേലൂയ. When he's coming in the clouds, കർത്താവ് മേഘങ്ങളിൽ if you are വരുന്നു. in the heavenly heights, നിങ്ങൾ സ്വർഗ്ഗ as he സ്ഥലങ്ങളിലാണെങ്കിൽ wants you to be in the heavenly heights, you can quickly jump onto the cloud in Jesus' name. പെട്ടെന്ന് ആ സ്വർഗ്ഗ സ്ഥലങ്ങളിൽ നിന്ന് മേഘങ്ങളിലേക്ക് But the ചാടാൻ angels പറ്റും. have to come and look, where is my brother? Where is my son? Where is my daughter? I have lost him somewhere in the lower elevator. Let it not be spoken about us. ആമേൻ. ദൂതന്മാർ വന്നിട്ട് എന്റെ മോൻ എവിടെ നമ്മളെ ഹല്ലേലൂയ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരത്തില്ല. Where is my son? എന്റെ മോൻ എവിടെ? He is still in debts. അവൻ കടത്ത് Where is my daughter? എന്റെ മോൾ എവിടെ? She is still in family problems. I gave the elevator years ago, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ലിഫ്റ്റ് കൊടുത്തു. but she is not willing to get into the elevator. അവൾ കയറിയില്ല. People, let that not be the testimony about us. പക്ഷേ അതല്ലായിരിക്കണം നമ്മുടെ God is സാക്ഷ്യം. in the lifting of business. ദൈവം നമ്മളെ ഉയർത്തുകയാണ്. Remember 1.5 years ago, a prophecy came about the church. 1.5 വർഷം മുമ്പ് പ്രവചനം വന്നു. The prophecy came. പ്രവചനം ഇങ്ങനെ Those പറഞ്ഞു. who are friend will go back, ഹല്ലേലൂയ. മുമ്പന്മാർ പിമ്പിലാകും. and those who are behind will come forward. മുമ്പന്മാർ We മുമ്പിലേക്ക് have വരും. begun to see that happening. നമ്മളത് കണ്ടു. Somebody shout an amen. ഹല്ലേലൂയ. God has no partiality. ദൈവത്തിന്റെ പക്ഷഭേദമില്ല. You may have come into the church yesterday, ഹല്ലേലൂയ. ഇന്നലെ ചർച്ചിൽ വന്നില്ല. but God wants to lift you up. എങ്കിലും നിങ്ങളെ ഉയർത്താൻ You may have come to the church today, ഇന്ന് but വന്നവരായിരിക്കും. God wants to lift you up. ദൈവം ഉയർത്തും. I want the entire church to be on fire for Jesus. എല്ലാവരും ഉയർത്തപ്പെട്ട് I want everybody to get into the elevator. എല്ലാവരും ലിഫ്റ്റിൽ കയറണം. I want the elevator called Jesus elevator. യേശുവിന്റെ എലിവേറ്റർ എന്ന് In പേര് that elevator there is love. ആ എലിവേറ്റർ സ്നേഹമുണ്ട്. In that elevator there is peace. ആ ലിഫ്റ്റിൽ സമാധാനമുണ്ട്. In that elevator there is solution. അവിടെ പ്രശ്നത്തിന് In that പരിഹാരമുണ്ട്. elevator there is calm. അവിടെ ശാന്തതയുണ്ട്. In that elevator there is security. അവിടെ സുരക്ഷിതത്വമുണ്ട്. In that elevator there is such peace. അവിടെ വളരെ സമാധാനമുണ്ട്. ഹല്ലേലൂയ. Praise the Lord. How many of you are in that elevator? എത്ര പേര് ആ എലിവേറ്റർ കയറിയിട്ടുണ്ട്? How many of you want to be lifted up? നിങ്ങൾ എത്ര പേർ ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു? God is in the process of lifting us up. ദൈവം നമ്മളെ ഉയർത്തുന്നതിൽ But He താല്പര്യമുണ്ട്. has His conditions. ദൈവത്തിന് തന്റെ He വ്യവസ്ഥയുണ്ട്. really wants to lift you up. ദൈവം നമ്മളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. Higher, much, much higher. വളരെ വളരെ ഉയരത്തിൽ ഉയർത്തുവാൻ. All the grace that has been bestowed on you. ഹല്ലേലൂയ. അതിനുള്ള കൃപ നമ്മുടെ മേൽ തന്നിട്ടുണ്ട്. Hallelujah. Praise the Lord. I want to tell you something. Listen. ഞാനൊരു We're കാര്യം going പറയാം. to stop. You know, I talked about marriage. I know many of you felt probably you didn't like it the way I spoke. ഹല്ലേലൂയ. വിവാഹത്തെ പറ്റി പറഞ്ഞ പലർക്കും We live ഇഷ്ടപ്പെടാം. in a place called America നമ്മൾ അമേരിക്ക ജീവിക്കുക. where marriages are easily shattered. മാരേജ് വിവാഹ ബന്ധങ്ങൾ പെട്ടെന്ന് ശിഥിലമാകും. Why did God bring us into America? All the immigrants, why do they come to America? ഇമിഗ്രൻസിനെ എന്തിനാ ദൈവം അമേരിക്ക കൊണ്ടുവന്നു? There are certain values which we have kept, നമുക്ക് സൂക്ഷിക്കേണ്ട ചില വിലകളുണ്ട്, മൂല്യങ്ങൾ. and we have to live according to the principles of the Bible, especially when it comes to marriage. വിവാഹത്തോടുള്ള ബന്ധം നമ്മൾ വരുമ്പോൾ ദൈവവചനത്തിന്റെ തത്വങ്ങളിൽ നമ്മൾ നിൽക്കണം. Hallelujah. If marriage has to succeed, God has to be in the midst of marriage. ഹല്ലേലൂയ. വിവാഹ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആ വിവാഹത്തിൽ ദൈവം കാണണം. How many of you, your marriages, you have God in your marriage? എത്ര പേരുടെ വിവാഹ ജീവിതത്തിൽ കർത്താവ് അതിന്റെ നടുവിലുണ്ട്? If God is not in the marriage, there can always be problem. ദൈവം അതിന്റെ നടുവിലില്ലെങ്കിൽ എപ്പോഴും പ്രശ്നമായിരിക്കും. Every day Jesus has to be in the marriage. എല്ലാ ദിവസവും നമ്മുടെ വിവാഹ ജീവിതത്തിൽ കർത്താവ് കാണണം. Every day we have to relate to our spouse through the Lord Jesus Christ. ഓരോ ദിവസവും നമ്മുടെ പങ്കാളിയെ ക്രിസ്തുവിൽ കൂടെ നമ്മൾ ബന്ധപ്പെടണം. We have to go according to the principles of God. ദൈവരാജ്യത്തിന്റെ തത്വങ്ങളിൽ കൂടെ പോകണം. There will be such peace, അവിടെ വലിയ സമാധാനം ഉണ്ടാകും. prosperity. അവിടെ വലിയ സമൃദ്ധി ഉണ്ടാകും. Question is, do we want it? ഹല്ലേലൂയ.
ഹല്ലേലൂയ. ചോദ്യം നമുക്കത് വേണോ? Maybe you are more spiritual than your wife. ഒരുപക്ഷെ നിങ്ങൾ ഭാര്യയെക്കാട്ടിൽ ആത്മീയനായിരിക്കും. Maybe you're more spiritual than your husband. ഭർത്താവിനേക്കാൾ നിങ്ങൾ ആത്മീയനായിരിക്കും. That's wonderful. Nobody's stopping you from അത് doing that. തന്നെയാണ്. And God has placed you in your family because you're spiritual. Praise the Lord. നിങ്ങൾ ആത്മീയരായതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നിർത്തിയിരിക്കുക ദൈവം. But the way we deal has to be through Christ-like way. എന്നാൽ നമ്മുടെ പരസ്പരമുള്ള സഹകരണം ക്രിസ്തു യേശുവിൽ കൂടെ ആയിരിക്കും. Somebody please say. ഹല്ലേലൂയ. We have to get in the elevator. ലിഫ്റ്റ് കയറിയാൽ പറ്റും. My desire is every family of us, all of us, will be a place where other families can come and ask for counseling. ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹം ഇതാണ്, നമ്മുടെ ഓരോ കുടുംബങ്ങളും മറ്റുള്ളവർ. Why are you so happy? എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ സന്തോഷം? Why is there a change when I come into your home? നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ എത്ര വ്യത്യാസമാണ്? Why? എന്താണ് കാരണം? We said because we follow the principles of Christ. That's why. അവരോട് നമുക്ക് ധൈര്യമായി പറയാൻ കഴിയണം, യേശുവിന്റെ തത്വങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. Hallelujah. People, God is raising up a new generation. ദൈവജനമേ, ഒരു പുതിയ ജനറേഷനെ Many people have failed him. അനേകർ ദൈവത്തെ പരാജയപ്പെടുത്തി. Let's not fail him. നമ്മൾ അവനെ പരാജയപ്പെടുത്തരുത്. Look at your finances. നമ്മുടെ സാമ്പത്തികങ്ങളെ നോക്കുക. God has promised, ദൈവം വാഗ്ദത്തം ചെയ്തു, you shall lend and not borrow. നിങ്ങൾ കടം കൊടുക്കും, കടം മേടിക്കില്ല. What does that mean? അതിന്റെ അർത്ഥം You will always have excess. എപ്പോഴും നിങ്ങൾക്ക് അധികം കാണും. Your needs will easily be met with. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറും നല്ലതായിട്ട്. You need just $1,000 to take care of your needs. ഹല്ലേലൂയ. $1000 നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്താൻ. The rest of the $9,000 you can give. 9000 നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. People, God's principle is to lift you up. ദൈവത്തിന്റെ തത്വങ്ങൾ നിങ്ങളെ ഉയർത്താനാണ്. He wants to do it and He will do it. ദൈവം ചെയ്യും. One thing, all that you need is one thing. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. Just say, Lord, it's not easy for me, but I will. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞാൽ മതി, കർത്താവേ എനിക്ക് എളുപ്പമല്ല, എന്നാൽ ഞാൻ ചെയ്യാം. Who wants to do that? You can stand up this morning. അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. Those who are walking in a surrender with God, അല്ലെ ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ട് വിധേയപ്പെട്ടിരിക്കുന്നവർ, I want you to be praying for the people. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Those who want to make a fresh commitment in family, in finances, in anything of life where you need to be lifted up, this is a good time to surrender your life. കുടുംബ ജീവിതത്തിൽ സാമ്പത്തികമായ വിഷയങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഉയർച്ച ആവശ്യമുണ്ടോ, നിങ്ങൾ ദയവായിട്ട് ഈ വിഷയങ്ങൾ ഏറ്റെടുക്കണം. God is going to do that. ദൈവം നിങ്ങൾക്ക് വേണ്ടി. If you have an unbelieving husband, നിങ്ങൾക്ക് വിശ്വസിക്കാത്ത ഭർത്താവ് ഉണ്ടെങ്കിൽ, with your faith you can change him. നിങ്ങളുടെ വിശ്വാസത്താൽ ആ വ്യക്തിയെ മാറ്റാൻ പറ്റും. That's what the Bible says. ദൈവവചനം പറയുന്നു. If you have a difficult wife, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാര്യ ഉണ്ടെങ്കിൽ, you can use your authority in a godly way to bring peace in the home. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ ഭവനത്തിൽ സമാധാനം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. I'm speaking to everybody. It's easy to find fault with other people. Let me tell you this. മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. That's the easiest thing to do. അത് വളരെ എളുപ്പമാണ്. But it is not easy to take over the problem to Jesus. എന്നാൽ പ്രശ്നങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുപോകുന്നത് ഹല്ലേലൂയ സ്തോത്രം എളുപ്പം. All the problem is because of my wife. പ്രശ്നമല്ല എൻ്റെ ഭാര്യയുടെയാണ്. All the problem is because of my husband. ഭർത്താവിൻ്റെതാണ് പ്രശ്നം. All the problem is because of my children. എൻ്റെ കുഞ്ഞുങ്ങളുടെതാണ് പ്രശ്നമല്ല. How about you? നിങ്ങളുടെ വിഷയം എങ്ങനെ? I'm okay. എനിക്ക് കുഴപ്പമില്ല. You're not okay. ഓക്കേ അല്ല. Because that very attitude is self-centered attitude. കാരണം ആ മനോഭാവം തന്നെ സ്വാർത്ഥതയാണ്. But rather humble people will say, എന്നാൽ താഴ്മയുള്ളവർ ഇങ്ങനെ പറയും, Lord, change me. കർത്താവേ എന്നെ മാറ്റിയാട്ടെ. Change my family. എൻ്റെ കുടുംബത്തെ മാറ്റിയാട്ടെ. Change my business. എൻ്റെ ബിസിനസിനെ മാറ്റിയാട്ടെ. Change my finances. എൻ്റെ സമ്പത്തിനെ മാറ്റിയാട്ടെ. Make me a man after your own heart. എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയാക്കി എന്നെ തീർത്താട്ടെ. Who wants to make a fresh commitment? ആർക്കാണ് പുതിയ സമർപ്പണം ആവശ്യം? I would like you to stand up in the presence of God. അങ്ങനെയുള്ളവർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. I may be standing here and preaching, but I am also standing up in my heart. ആമേൻ. ഞാൻ ഇവിടെ പ്രസംഗിയായിരിക്കുക, എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ഞാനും ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. I am asking God to change me also. എന്നെ മാറ്റാൻ ഞാൻ ദൈവത്തോട് Not പറയുകയാണ്. my wife or children. എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളെ അല്ല. I have to change. എനിക്ക് മാറണം. Because God has a great plan for me in this city. കാരണം ഈ പട്ടണത്തിൽ എനിക്ക് എന്നെ പറ്റി ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. And I have to still change. എന്നാൽ ഞാൻ ഇനി മാറിയേ മതിയാകും. Let's open our hearts and quietly pray. നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് ദൈവത്തോട് സാവധാനം Say, Lord, change me, change my heart. കർത്താവേ എന്നെ മാറ്റണമേ, എൻ്റെ ഹൃദയത്തെ I want to be a better person. എനിക്ക് അധികം നല്ലവനാകണം. I want to be a Jesus person. എനിക്ക് യേശുവിനെ പോലെ ആകണം. I want to be like Jesus. Yes. യേശുവിനെ പോലെ എനിക്കാകണം. Change my heart, oh God. Make it ever true. Change my heart, oh God. May I be like you. Change my heart, oh God. Make it ever true.
Change my heart, oh God. May I be like you. You are the potter, I am the clay. Mold me and make me. This is what I pray. Change my heart, oh God. Make it ever true. Change my heart, oh God. May I be like you. May I be like you. Those who believe that God is taking your commitment seriously, quietly lift up your hands and give a wave offering to the Lord. ഹല്ലേലൂയ. നിങ്ങളുടെ സമർപ്പണത്തെ ദൈവം അംഗീകരിച്ചു എന്ന് മനസ്സിലാക്കുന്നവർ ദയവായി നിങ്ങളുടെ കരം ഉയർത്തി കർത്താവിന് കരം വീശിയാട്ടെ. God is putting you in that elevator today, ഇന്ന് നിങ്ങളെ ആ ലിഫ്റ്റിനകത്തേക്ക് ദൈവം കയറ്റുകയാണ്. so that you can go up. അത് മുഖാന്തരം നിങ്ങൾക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. This morning, according to the authority of God, I am going to declare a peace upon every circumstance of yours. ഹല്ലേലൂയ. ദൈവം തന്ന അധികാരത്തിൽ നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളുടെയും ഞാൻ ദൈവിക സമാധാനം കൽപ്പിക്കുകയാണ്. As I declare this, ഞാൻ ഇത് കൽപ്പിക്കുമ്പോൾ receive it in Jesus' name. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അതിനെ ദയവായി സ്വീകരിക്കുക. The peace of God which passeth all understanding will come upon your hearts and minds. സകല മനുഷ്യബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ കടന്നു വരും. And the peace in your heart will be greater than that outside. നിങ്ങൾക്കുള്ള സമാധാനം പുറത്തുള്ള സമാധാനത്തേക്കാൾ വലുതായിരിക്കും. When you go back to your homes, നിങ്ങളുടെ ഭവനത്തിൽ മടങ്ങിപ്പോകും. open your mouth and declare peace into your home. നിങ്ങളുടെ വായെ തുറന്ന് നിങ്ങളുടെ ഭവനത്തിൽ സമാധാനം കൽപ്പിക്കണം. I promise you, there will be peace in that home. ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം ഉണ്ടാകും. Look at your jobs tonight, this morning. ഇന്ന് രാവിലെ നിങ്ങളുടെ ജോലിയെ നോക്കുക. Speak peace into the job. ആ ജോലിയിലേക്ക് സമാധാനം നിങ്ങൾ കൽപ്പിക്കുക. Look into your finances now. നിങ്ങളുടെ സാമ്പത്തികത്തെ നിങ്ങൾ നോക്കുക. Speak peace into the finances. അതിലേക്ക് സമ്പത്തിലേക്ക് സമാധാനം കൽപ്പിക്കുക. Look into your family lives and declare peace and prosperity into your family life. ആമേൻ. നിങ്ങളുടെ കുടുംബജീവിതത്തെ നോക്കുക. കുടുംബജീവിതത്തിലേക്ക് സമാധാനം നിങ്ങൾ വിതയ്ക്കുക, കൽപ്പിക്കുക. Get ready for something amazing in the days to വലിയ come. കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുക. God is going to use you as examples for the nation. ദേശത്തെ നിങ്ങളെ ഉദാഹരണങ്ങളായി മാതൃകയാക്കി ദൈവം ഉപയോഗിക്കാൻ I'm going to പോകുന്നു. speak into your lives peace. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമാധാനം പ്രഖ്യാപിക്കുക. Right now, I'm going to declare peace in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വാസം പ്രഖ്യാപിക്കാൻ പോകുകയാണ്. You want to receive it? നിങ്ങൾക്ക് വേണമോ? How many of you want to receive a supernatural peace എത്ര പേർക്ക് അഭൗമികമായ സമാധാനം which you have ആവശ്യമാണ്? never known before? ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തത്. Peace which passeth all understanding. എല്ലാ മാനുഷിക മനസ്സിലാക്കണേ അപ്പുറമായിട്ട് It's going to come into your hearts, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരും. come into your minds. മനസ്സിൽ വരും. I thank God for all of you are believing. നിങ്ങൾ വിശ്വസിക്കുന്നതിനായി ഞാൻ സ്തോത്രം Yes, I'm declaring a blanket of faith here. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ഒരു പുതപ്പ് ഞാൻ പ്രഖ്യാപിക്കുന്നു. You are under the blanket now in Jesus' name. ഇപ്പോൾ നിങ്ങളെ പുതപ്പിന് കീഴിലാ. Now, are you ready? നിങ്ങൾ ഒരുക്കമാണോ? It is going to come into your hearts and minds. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് അത് ഇറങ്ങി വരും. May your mouths be touched now with the power of peace. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ വാ സ്പർശിക്കപ്പെടും. When you open your mouth, let there be peace. നിങ്ങൾ നാവ് തുറക്കുമ്പോൾ സമാധാനം ഉണ്ടാകും. When your presence bring in healing into your home. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. സൗഖ്യം കടന്നു വരും. If any of you have a guilt right now, tell God, Lord, many times I've been the reason for the issue. ഇപ്പോൾ ആർക്കെങ്കിലും ഒരു കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ ദൈവത്തോട് പറയണം, കർത്താവേ എനിക്ക് പലപ്പോഴും കുറ്റമുണ്ടായിട്ടുണ്ട്, കുറവുണ്ടായിട്ടുണ്ട്. Lord, in the argument I should have kept quiet. കർത്താവേ വാദത്തിൽ ഞാൻ But മിണ്ടാതിരിക്കണമായിരുന്നു. today I'm going to speak in peace. എന്നാൽ ഇന്ന് ഞാൻ സമാധാനത്തിൽ ഞാൻ പറയാൻ പോവുകയാണ്. I declare peace in Jesus' name. ഞാൻ യേശുവിന്റെ നാമത്തിൽ സമാധാനം പ്രഖ്യാപിക്കുന്നു. Receive it in Jesus' name. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. Touch. The name of Jesus, receive it. Yes, He's coming on you. അവൻ യേശു Yes. വരികയാണ്. Yes. 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 Hallelujah. Yes, yes, receive it, receive it. Cast your burden Hallelujah. unto Jesus, Amen. Amen. for He cares for you. Clap your hands unto Jesus, for He cares for you. Higher, higher.
Higher, 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 higher. Cast your burden unto Jesus, for He cares for you. Cast your burden unto Jesus, for He cares for you. Hallelujah. We have to stop and go. But today you have been given the gift of peace in your mouth. എന്നാൽ നിങ്ങളുടെ നാവിൽ ഇന്ന് സമാധാനത്തിന്റെ ദാനം കർത്താവ് തന്നിരിക്കുകയാണ്. Go and speak peace into your home. പോയി നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ സമാധാനം സംസാരിക്കണം. Peace into your finances. നിങ്ങളുടെ സമ്പത്തിന്മേൽ സമാധാനം കൽപ്പിക്കണം. Peace into your family. കുടുംബത്തിൽ സമാധാനം കൽപ്പിക്കണം. You know, some of you understood it here. ചിലർക്കത് മനസ്സിൽ മനസ്സിലായി. How many of you want to understand it here? ഹൃദയത്തിലെത്തവർക്ക് മനസ്സിലാകണം. I'll tell you one more principle. Do it. ഹല്ലേലൂയ. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. When you do it, it comes in your heart. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. Speak peace upon your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ സമാധാനം കൽപ്പിക്കണം. Supposing there are areas where you cannot speak directly to people. When you see the people declare, I declare peace upon him, peace upon her, peace, 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 which passeth all understanding. ആമേൻ, ആമേൻ. നേരിട്ട് സംസാരിക്കാൻ കഴിയാത്തവരോട് അവരെ കാണുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ വ്യക്തിയുടെ മേൽ ഞാൻ സമാധാനം കൽപ്പിക്കുന്നു, സമാധാനം കൽപ്പിക്കുന്നു. ഒരു മനുഷ്യബുദ്ധിക്കും അറിയാത്ത സമാധാനം ഇവന്റെ മേൽ കൽപ്പിക്കുന്നു നിങ്ങൾ പറയണം. Hallelujah. Some of you, I want to tell you, the boats are, the tempest is over. ചിലരോട് ഞാൻ പറയട്ടെ, കാറ്റും കോളും കഴിഞ്ഞു. It will not come back. അത് മടങ്ങി വരികയില്ല. Please believe it. അത് ദയവായി വിശ്വസിക്കുക. Satan will try to scare you. പിശാച് നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കും. Are you at peace? Hallelujah. Totally. This morning. Amen. Totally at peace. Come here. Amen. We're going to close in a minute. Close your eyes. Receive that peace now. On your spirit, soul and body. Say, I receive peace. I receive wholeness. I receive completeness. I receive all that Christ wants me to receive. I am full. I am perfect in Christ. No weapon that is fashioned against me shall prosper. I have a peace which passeth all understanding. You okay? Sure? Nothing will come back. Believe that. Amen. Praise the Lord. What God has released, God will not take away. Are you at peace? Come here. Keep singing, King, sing. Are you at peace? Thank you, Jesus. Totally. Hallelujah. You know God has released you. Amen. You know God has delivered you. You know you're going to live a long life. Believe it. Do you? Peace speaks peace upon your life. Amen. Amen. In the name of Jesus. Yes. Hallelujah. Thank you, Father. Jesus. Speak peace in your spirit, soul, and body. Receive it in Jesus' name. God has released, done great miracles in the church. It is God who did it. And God will keep it. How many people believe this? You want to speak peace? Come here. Those who have been released by the blood of the Lamb, I want you to come here boldly and declare peace upon your family. Amen. The past is over. The past is over. Pharaoh will not come back into your life again. Yes, believe that. Amen. Lift up your hands. Hallelujah. Praise the Just Lord. lift up your hands and Hallelujah. bless this sister of yours. No weapon that is fashioned against you shall prosper. Nothing shall anyway harm you. We declare peace upon your life, upon your husband's life, upon your children's life. In Jesus' name, speak peace. Para, I declare peace upon my life, upon my husband's life, upon the life of my children. In Jesus' name, what God has done, He will keep. I believe it. I declare it. I decree it. In Jesus' name. In Jesus' name. In Jesus' name. Go back. Praise the Lord. Hallelujah. I want to thank you all for coming and being with us today. We are so